ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം വെച്ച് നല്ലൊരു സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വൈകുന്നേരം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഉള്ളിലാണെങ്കിൽ നല്ല പഞ്ഞി പോലെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്താൽ നല്ല മധുരം ഉണ്ടാകും. മധുരം കുറച്ച് മതിയെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കാം. നേന്ത്രപ്പഴവും പഞ്ചസാരയും നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ലൂസായി പോവുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ കളറിന് വേണ്ടിയിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന ആ ഒരു രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളി മാവ് ഇട്ട് കൊടുക്കാം. ഇന്ന ഷേപ്പ് എന്നൊന്നുമില്ല, ഇങ്ങനെ കൈകൊണ്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഗോതമ്പ് പൊടിയും പഴുത്ത പഴവും പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കളറ് പെട്ടെന്ന് മാറി വരുന്നുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പുറംഭാഗമൊക്കെ മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗവും പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ബാക്കിയുള്ള മാവും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ അടിപൊളി നേന്ത്രപ്പഴം ബോണ്ട തയ്യാറായിട്ടുണ്ട്. പുറംഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ ഇങ്ങനെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.